കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം തിരുവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. സദൃശ്യവാക്യം 24-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. ആ വാക്യം ഇപ്രകാരമാണ്: കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം നാം വായിക്കുമ്പോൾ തന്നെ ഒത്തിരി വ്യക്തികൾ കഷ്ടതകൾ അവരുടെ ജീവിതത്തിൽ, ഒത്തിരി ഭക്തന്മാരുടെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതകൾ കടന്നു വന്ന അനുഭവങ്ങളിലൊക്കെയും അവരവിടെ പിടിച്ചു നിന്നു. എന്നാൽ ഞാൻ പറയട്ടെ, കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രതികൂലങ്ങൾ കടന്നു വന്നാലും, എന്ത് പ്രതിസന്ധികൾ കടന്നു വന്നാലും, വേദനകൾ കടന്നു വന്നാലും, പഴി വന്നാലും, ദുഷി വന്നാലും, നിന്ദകൾ വന്നാലും, യേശുവിൻ്റെ നാമനിമിത്തം അട്ടഹാസങ്ങൾ കടന്നു വന്നാലും, യേശുവിൻ്റെ നാമനിമിത്തം വേദനകൾ കടന്നു വന്നാലും നമ്മളവിടെ പിടിച്ചു നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇവിടെ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ കുഴഞ്ഞു പോകാതെ നമ്മൾ പിടിച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. കഷ്ടകാലത്ത് കുഴഞ്ഞു പോകാതെ പിടിച്ചു നിൽക്കണം. അപ്പോൾ കുഴഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ബലം നഷ്ടപ്പെട്ടു പോകും. ഇവിടെ പറയുന്ന ബലമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അഭിഷേകമാണ്. ഒരു ആത്മീകനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടതകളും ഞെരുക്കങ്ങളും കണ്ണുനീരുകളും ദുഃഖങ്ങളൊക്കെ കടന്നു വരാൻ ചാൻസ് ഉണ്ട്. കാര്യം അവർ നിൽക്കുന്നത് ഒരു പോരാട്ടക്കളത്തിലാണ് നിൽക്കുന്നത്. മനുഷ്യനുമായിട്ടല്ല അവൻ്റെ പോരാട്ടം, പിശാചുമായിട്ടാണ് അവൻ്റെ പോരാട്ടം. ശരിക്കും നിത്യതയ്ക്ക് വേണ്ടി കാംക്ഷിച്ചിരിക്കുന്ന, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിലും വേദപാടിലും ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവന് ഒത്തിരി പോരാട്ടങ്ങൾ അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് കടന്നു വരും. ആമേൻ. അവൻ്റെ ഉള്ളിലും പോരാട്ടം കടന്നു വരും. ആമേൻ. പുറത്തു നിന്നും ചില പോരാട്ടങ്ങൾ കടന്നു വരും. എന്നാൽ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. എന്നാൽ തരണം ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷേകം കൂടിയേ തീരത്തുള്ളൂ. ആമേൻ. ദൈവത്തിൻ്റെ അഭിഷേകം നമ്മുടെ അകത്ത് ഉണ്ടെങ്കിൽ ഏത് കഷ്ടത കടന്നു വന്നാലും, ഞെരുക്കങ്ങൾ കടന്നു വന്നാലും അവിടെയൊക്കെ പിടിച്ചു നിൽക്കുവാൻ കഴിയും. കാര്യം അകത്തിരിക്കുന്ന ദൈവശക്തിയാണ്. സ്തോത്രം. സ്തോത്രം. വേദപുസ്തകം പഠിക്കുമ്പോൾ തന്നെ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അനവധി കഷ്ടങ്ങൾ കടന്നു വന്നു. ഞെരുക്കങ്ങൾ, കണ്ണുനീരിൻ്റെ അവസ്ഥകൾ കടന്നു വന്നു. തൻ്റെ ഉപജീവന മാർഗങ്ങളെ ശത്രു ബന്ധിച്ചു. തൻ്റെ സ്നേഹിതരൊക്കെ തന്നെ വിട്ട് പിരിഞ്ഞുപോയി. തൻ്റെ സ്വന്തം ഭാര്യ തന്നെ ഇപ്രകാരം പറഞ്ഞു: ദൈവത്തോടുള്ള നിന്റെ ഭക്തിയെ വിട്ടിട്ട് എവിടെയും പോയി ചത്തുകൂടെ എന്ന് ചോദിച്ച അനുഭവം കടന്നു വന്നു. പക്ഷെ ഇയ്യോബ് അവിടെ പിടിച്ചു നിന്നു. ആ പിടിച്ചു നിന്നത് ദൈവത്തിൻ്റെ ശക്തിയാലത്രേ അവൻ പിടിച്ചു നിന്നത്. അവൻ പിടിച്ചു നിന്നു. എന്നാൽ 42-ാം അധ്യായം, ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, ഇയ്യോബിൻ്റെ സ്തോത്രം പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തെക്കാൾ ഇരട്ടിയിലേറെ അനുഗ്രഹിച്ചു എന്ന് വചനം പറയുന്നു. സഹോദരങ്ങളെ, ഞാൻ വിളിച്ചു പറയട്ടെ, സ്തോത്രം, നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ അഭിഷേകമുണ്ടെങ്കിൽ നമ്മളെ തകർത്ത് കളയുവാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. ഒരു ബാധകൾക്കും നമ്മളെ തകർത്ത് കഴിയുവാൻ കഴിയത്തില്ല. അനേകം ഭക്തന്മാർ കടന്നുപോയ സാഹചര്യത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. സ്തോത്രം. ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ഭക്തിയോടുള്ള ജീവിതം വളരെ പ്രതികൂലം നിറഞ്ഞ ജീവിതമാണ്. എന്നാൽ ഈ പ്രതികൂലം നിറഞ്ഞ ഈ ജീവിതത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി കൂടിയേ തീരത്തുള്ളൂ. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു, അപ്പോസ്തലനായ പൗലോസ് തൻ്റെ സുവിശേഷ യാത്രയിൽ അനവധി കഷ്ടങ്ങളും ഞെരുക്കങ്ങളും ദുഃഖങ്ങളും കടന്നു വന്നു. പക്ഷേ താൻ ദൈവശക്തിയിൽ അവിടെ പിടിച്ചു നിന്നു. താൻ ധൈര്യത്തോടെ മുന്നോട്ട് പോയി. അതിൻ്റെ അനന്തരഫലമായി നമുക്കറിയാം, തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് തന്നെ ചില മഹത്വം വെളിപ്പെടുകയാണ് ചെയ്തത്. തൻ്റെ സുവിശേഷ വേലയ്ക്കകത്ത് വലിയൊരു മഹത്വം വെളിപ്പെട്ടു. തൻ്റെ സുവിശേഷ വേലയെ ദൈവം ഇരട്ടിയിലേറെ അനുഗ്രഹിച്ചു. തന്നെ ശുശ്രൂഷ ദൈവം ശക്തിയോടെ ഉപയോഗിച്ചു. ഞാൻ പറയട്ടെ, ഈ ലഘുവായ ഈ ലോകത്തിൽ, ഒരു ചെറിയ സമയമുള്ള ഈ ലോകത്തിൽ, ഒരു മനുഷ്യൻ്റെ ആയുസ് ഏറിയ 70 അല്ലെങ്കിൽ 80, ഈ സമയത്ത് എത്രമാത്രം കഷ്ടതകൾ കടന്നു വന്നാലും, എത്ര പ്രതികൂലങ്ങൾ കടന്നു വന്നാലും
അവിടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവശക്തി, ദൈവത്തിൻ്റെ അഭിഷേകം നമുക്ക് കൂടിയേ തീരത്തുള്ളൂ. കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകൾ കടന്നു വരുമ്പോൾ, ഞെരുക്കങ്ങൾ കടന്നു വരുമ്പോൾ അവിടെ കണ്ണുനീരൊപ്പാനല്ല ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. ആമേൻ. ദൈവം തന്ന അഭിഷേകത്താൽ, ദൈവം തന്ന ശക്തിയാൽ നമ്മളവിടെ പിടിച്ചു നിൽക്കുക. നിശ്ചയമായിട്ടും നമ്മുടെ ബലം നഷ്ടപ്പെട്ടു പോകാതെ നിലനിൽക്കുക തന്നെ ചെയ്യും. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസനും ആമേ സ്തോത്രം. വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. വചനം പറയുന്നു, കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. ആമേ സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ആമേ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതകൾ, ഞെരുക്കങ്ങൾ, വേദനകളൊക്കെ തരണം ചെയ്യുവാൻ ദൈവത്തിൻ്റെ അഭിഷേകം വളരെ അത്യാവശ്യമാണ്. ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ഇരട്ടിയിലേറെ അഭിഷേകത്തെ ദൈവം ഞങ്ങളെ നിറയ്ക്കണം. ഇരട്ടി ശക്തിയാ ദൈവം ഞങ്ങളെ നിറയ്ക്കണം. ഇനിയുള്ള സമയങ്ങളിൽ ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് കഷ്ടതകളായാലും, ഞെരുക്കങ്ങളായാലും, കണ്ണുനീരിൻ്റെ അനുഭവമായാലും അവിടേക്ക് തരണം ചെയ്ത് മുന്നോട്ടുള്ള കൃപ ദൈവം തരണം. അത്ഭുതം ചെയ്യണം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ.